ഇനി നമ്മൾ 23ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 23ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രേഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ലാത്തൊരു ചോദ്യമാണ്. സോ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഹോൾ റൈസ് ടു 11/2 കോസ് എക്സ് ഹോൾ റൈസ് ടു -5/2 dx ഈക്വൽ ടു സീരീസ് കൂടെ തന്നിട്ടുണ്ട്. ദെൻ അതിനകത്ത് നമുക്ക് P1 Q1 P2 ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഇൻ്റഗ്രൽ സൈൻ എക്സ് ഹോൾ റൈസ് ടു -11/2 ആൻഡ് നമുക്ക് കോസ് എക്സ് ഹോൾ റൈസ് ടു -5/2 dx. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇതിനെ ഒരു കോസ് എക്സ് ഹോൾ റൈസ് ടു -11/2 കൊണ്ട് ഞാൻ ഡിവൈഡും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ കോസ് എക്സ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, കോസ് എക്സ് ഹോൾ റൈസ് ടു -11/2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈയും ചെയ്തു. അപ്പോൾ ഇതെനിക്ക് എന്തായി മാറി? ഇത് ടാൻ എക്സ് ഹോൾ റൈസ് ടു -11/2 ആയി. ഇത് ശരിക്കും എന്തായി? നമുക്ക് -8. അപ്പോൾ കോസ് എക്സ് ഹോൾ റൈസ് ടു -8 dx എന്നായി. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇൻ്റഗ്രൽ ടാൻ എക്സ് ഹോൾ റൈസ് ടു -11/2, ഇത് സീക്ക് എക്സ് ഹോൾ റൈസ് ടു 8 എന്നായി. കണ്ടോ? നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ ഇൻ്റഗ്രൽ ടാൻ എക്സ് ഹോൾ റൈസ് ടു -11/2, ഈ സീക്ക് എക്സ് ഹോൾ റൈസ് ടു 8ന് ഞാൻ സീക്ക് സ്ക്വയർ എക്സ് ഹോൾ ക്യൂബ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് dx എന്ന് എഴുതുന്നു. റെഡി? ഇനി ഞാൻ ടാൻ എക്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട്. എനിക്ക് അതിന് മുന്നേ നമുക്ക് ഈ സീക്ക് സ്ക്വയർ എക്സിന് എന്ത് ചെയ്യാം? 1 + ടാൻ സ്ക്വയർ എക്സ് എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ ടാൻ എക്സ് ഹോൾ റൈസ് ടു -11/2 ദെൻ 1 + ടാൻ സ്ക്വയർ എക്സ് ഹോൾ ക്യൂബ് ദെൻ സീക്ക് സ്ക്വയർ എക്സ് dx എന്ന് നമുക്ക് കിട്ടും. റെഡി അല്ലേ? ഓക്കെ, സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ടാൻ എക്സ് ഈക്വൽ ടു ഞാൻ ടി എന്ന് എഴുതുന്നു. ദെൻ അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ സീക്ക് സ്ക്വയർ എക്സ് dx ഈക്വൽ ടു ഞാൻ dt എന്ന് എഴുതും. ഇന്നത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിൻ്റെ ടാൻ എക്സിൽ എടുത്ത് നമുക്ക് ടി കൊടുക്കാം. ടി റൈസ് ടു -11/2 ദെൻ ഇത് 1 + ടി സ്ക്വയർ ഹോൾ ക്യൂബ് ദെൻ ഇത് നമുക്ക് dt എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. സോ ടി റൈസ് ടു -11/2 ദെൻ ഇത് നമുക്ക് എന്ത് കിട്ടും മക്കളെ? a + b ഹോൾ ക്യൂബ് എന്നുള്ള ഫോമിൽ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 1 + 3t സ്ക്വയർ + 3t റൈസ് ടു 4 + t റൈസ് ടു 6 dt എന്ന് വരും. ഓക്കെ, റെഡി? ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അകത്തോട്ടൊന്നുകൂടെ ഓപ്പൺ ചെയ്യാം. സോ ടി റൈസ് ടു -11/2 3t റൈസ് ടു -7/2 + 3t റൈസ് ടു -3/2 + t റൈസ് ടു 1/2 dt എന്ന് വരും. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ -11/2 + 1 അത് നമുക്ക് എത്ര കിട്ടും? -2/9 എന്ന് കിട്ടും. സോ -2/9 ടി എന്ന് പറയുന്നത് നമുക്ക് ടാൻ ആയിരുന്നു. സോ നെഗറ്റീവ് വരുന്നതുകൊണ്ട് ഞാൻ എന്താക്കി? അതിനെ ഞാൻ റെസിപ്രോക്കൽ എടുത്തപ്പോൾ എനിക്ക് കോട്ടെക്സ് 9/2 എന്ന് കിട്ടി. റെഡി അല്ലേ? ദെൻ ബാക്കി നിങ്ങൾ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് -6/5 ഞാനത് ഫൈനലി ചെയ്ത വാല്യൂ ആണ് എഴുതുന്നത് കേട്ടോ. 5/2 വരും. ദെൻ നമുക്ക് -6 കോട്ടെക്സ് ഹോൾ റൈസ് ടു 1/2 വരും. ദെൻ നമുക്ക് 2/3 കോട്ടെക്സ് ഹോൾ റൈസ് ടു -3/2 വരും പ്ലസ് c എന്ന് വരും. റെഡി? സോ ഇവിടെ നമുക്ക് P1 എന്ത് കിട്ടും മക്കളെ? ക്വസ്റ്റ്യൻ അത് മൈനസ് ഓഫ് എന്ന് പറഞ്ഞാൽ സീരീസ് തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് P1 എന്താണ്? നമുക്ക് 2 എന്നെടുക്കാം. ദെൻ P2 നമുക്ക് 6 എന്നെടുക്കാം. ദെൻ നമുക്ക് P3 നമുക്ക് 6 എന്നെടുക്കാം. ദെൻ P4 നമുക്ക് 2 എന്നെടുക്കാം. ദെൻ സീരീസിനകത്ത് അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. സയൻസ് അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളങ്ങ് എടുത്താൽ മതി. ഇതിനടുത്തത് Q1 നമുക്ക് 9 എടുക്കാം. Q2 നമുക്ക് 5 ഉണ്ട്. ദെൻ Q3 നമുക്ക് 1 ആണ്. Q4 നമുക്ക് 3 ആണ്. സോ നമുക്ക് വേണ്ടത് 15 × P1 P2 P3 P4 ഡിവൈഡ് ബൈ Q1 Q2 Q3 Q4. സോ നമുക്ക് 15 × 2 × 6 × 6 × 2 ഡിവൈഡ് ബൈ ദെൻ അടുത്തത് 9 × 5 × 5 × 1 × 3 ഈ ചെയ്ത് നമുക്ക് 16 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്തെടുക്കുന്നത്. പക്ഷേ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഇൻ്റഗ്രേഷൻ ചെയ്യാനൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. റെഡി? സോ നമ്മൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ?